കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതായത് നല്ലൊരു ചായ കുടിക്കാൻ പോയിട്ട് തട്ടുകടയിൽ നിന്ന് കിട്ടിയ പഴംപൊരീൻ്റെ ടേസ്റ്റ് കാരണം അവരോട് റെസിപ്പി ചോദിച്ച് അവർ നമുക്കത് ലൈവായിട്ട് ഉണ്ടാക്കി കാണിച്ചു തന്നു കേട്ടോ, നമുക്ക് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ്. പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അതുപോലെ തന്നെയാണോ ഞാൻ ചെയ്തതെന്ന് അറിയാലോ. അങ്ങനെ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ ചെയ്ത പോലെ തന്നെയാണ് കിട്ടിയത്. നല്ല ടേസ്റ്റുള്ളൊരു പഴംപൊരി കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരെടുത്ത പോലെ തന്നെ വലിയൊരു പാത്രമാണ് എടുത്തത്. അതായത് മാവിൻ്റെ അളവ് വളരെ കുറവാണെങ്കിലും കൈ വെച്ച് ബീറ്റ് ചെയ്തിട്ടാണിത് ഫ്ലഫി ആക്കി എടുക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ചോറെല്ലാം സെർവ് ചെയ്യാൻ എടുക്കുന്ന ഒരു വലിയൊരു ഡവറയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഇതിൽ പ്രത്യേകിച്ച് അവർ കറക്റ്റ് അളവൊന്നും പറഞ്ഞിരുന്നില്ല, അതുകൊണ്ട് ഞാനും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളെടുത്തോ, എന്നിട്ട് ശരിയാവോ നോക്കാമല്ലോ. എനിക്കെന്തായാലും ശരിയായിട്ടുണ്ട്. ആദ്യം നമ്മളൊരു വലിയ ടേബിൾ സ്പൂണല്ല, അതിൽ നല്ല വലിപ്പമുള്ള 2 സ്പൂൺ മൈദ എടുത്തിട്ട് അതിനേക്കാൾ കുറച്ച് കൂടുതൽ കടലമാവും മൈദ കുറച്ചാട്ടോ എടുത്തത്. പക്ഷേ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചെറിയൊരിത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കടലമാവ് കുറച്ചും മൈദ കൂടുതലും എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടോ. അതിനകത്ത് പിന്നെ നമ്മൾ ചേർത്തത് ഒരു നുള്ളുപ്പും ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു കപ്പ് 1.5 കപ്പ് ഫ്ലോർ മൊത്തത്തിലുണ്ടാവുമായിരിക്കും. ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ചേർത്തിട്ട് അവർ ചെയ്യുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്ത് നോക്കി, നടന്നില്ല. അത് അത്ര സിമ്പിളല്ല എന്ന് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അവരെന്ത് ഫാസ്റ്റായിട്ടാണെന്നറിയോ കുഴയ്ക്കുന്നതും ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് ബീറ്റ് ചെയ്യുന്നതും. അതുപോലെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ടൈറ്റാണ് ഈ മാവ്, പ്രത്യേകിച്ച് കടലമാവ് വന്നുകൊണ്ട് തന്നെ. എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് മാത്രം വെള്ളം ഒഴിച്ച് നോക്കിയാൽ മതി. കാരണം പഞ്ചസാര മെൽറ്റ് ആകുമ്പം ഈ ക്രീമല്ല ഇതിൻ്റെ മാവ് ശരിക്കും നല്ല ലൂസായി വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവർ ബീറ്റ് ചെയ്ത പോലെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈ നല്ല പെയിൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കൈ ഒടിഞ്ഞ് സർജറിയൊക്കെ കഴിഞ്ഞ് കമ്പിയെല്ലാം ഇട്ടൊരു കൈയാണ്. അപ്പോൾ ഞാൻ തണയിൽ കയറി ഇരുന്നിട്ടാണ് പിന്നെ ബാക്കി ബീറ്റ് ചെയ്യുന്നത്. പക്ഷേ സംഭവം ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ഡബിൾ സൈസിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ ചെയ്ത പോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ബേക്കിംഗ് പൗഡർ ഇടാതെ തന്നെ അവർ നല്ല ഷേപ്പിലും നല്ല പൊങ്ങി വരുന്ന രീതിയിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമുക്കും കിട്ടിയിട്ടുണ്ട്. ഇതിന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് അടുപ്പത്ത് സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് സാധാരണ നമ്മൾ വീട്ടിലേക്ക് വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുക. പക്ഷേ ഇത് ടേസ്റ്റിൽ അവരുമായിട്ട് അങ്ങനെ തന്നെ കിട്ടണമെന്ന് എനിക്കൊരു വാശി. അപ്പോൾ പിന്നെ ഓയിലിൽ തന്നെ കുക്ക് ചെയ്യുക വിചാരിച്ച് ഓയിലൊക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്ത പോലെ ഒരു ഫുൾ നേന്ത്രപ്പഴത്തിന് നീളത്തിൽ കട്ട് ചെയ്തില്ല കേട്ടോ. നടു പകുതിയാക്കിയതിന് ശേഷം, കാരണം ഓയിൽ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചെറുതാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ കുറേ നേരം പൊരിച്ചെടുക്കാമല്ലോ. എണ്ണയിലിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് നമ്മൾ എന്ത് പൊരിച്ചെടുക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ എണ്ണയിലോട്ട് ഇടുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കോരിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇടുന്ന സമയത്തും ഹൈ ഫ്ലെയിം, അങ്ങനെ ആകുമ്പം ഇത് എണ്ണ കുടിച്ചു പോകില്ല എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ നേരെ തിരിച്ചാണ് ചെയ്തത്. അതായത് എണ്ണയിൽ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിം, പക്ഷേ കുക്കിംഗ് മുഴുവനും ഹൈ ഫ്ലെയിം. അപ്പോഴാണ് തോന്നുന്നത് ശരിക്കും മൊരിഞ്ഞ് നല്ല ഉൾഭാഗം സോഫ്റ്റും പുറത്ത് മൊരിഞ്ഞിട്ടും കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുന്ന സമയത്തും ലോ ഫ്ലെയിമിൽ. അങ്ങനെ ഇതാ സംഭവം ആ ചില്ലുകൂട്ടിൽ കണ്ട അതേ കളറായ സമയത്ത് ഞാനിത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല സന്തോഷമായി, അടിപൊളിയായിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം അവരുണ്ടാക്കിയ അതേപോലെ തന്നെയാണ് എനിക്ക് പഴംപൊരി കിട്ടിയത് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ നീളം കുറച്ച് കുറഞ്ഞു എന്നുള്ളതും കുഴപ്പമില്ല, ടേസ്റ്റിലൊന്നും കോംപ്രമൈസ് ഇല്ല. പിന്നെ എനിക്ക് അവരിടുന്ന പോലെ തന്നെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കോരിയിട്ടത്. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടൊക്കെ ഇടാം കേട്ടോ. എനിക്ക് പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം, അവർ ചെയ്ത അതേപോലെ റിപ്പീറ്റ് ചെയ്ത് നമുക്കൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്. നിങ്ങളും നിങ്ങളെ രീതിക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് നന്നായോ, എന്താണ് ഇവരെ ഒരു റെസിപ്പി എന്നൊക്കെ പറയണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, കുറേ പേര് ഇത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയല്ല പഴംപൊരി ഉണ്ടാക്കുന്നത്, വേറൊരു രീതിയിലാണ്. പക്ഷെ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം ഞാൻ മൈദ യൂസ് ചെയ്യാറേ ഇല്ല, ആട്ടപ്പൊടിയിൽ മാത്രമാണ് ഉണ്ടാക്കുക. അത് അടിപൊളി, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഈ ഒരു ക്രിസ്പി സാധനം ഉണ്ടാക്കുന്നതാണ് പഴംപൊരിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം. ലാസ്റ്റ് വരുന്ന മാവ് ഇതുപോലെ കോരിയെടുക്കും കേട്ടോ. അങ്ങനെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. കാണാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വാഴയിലൊക്കെ മുറിച്ചെടുത്ത്
ഈ ഒരു ഗ്ലാസ് മക്കളെ, ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ട്, അത് കുഞ്ഞൂസിൻ്റെ ആയിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്തതിന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സൈലൻസ് ആയിരിക്കും, പക്ഷേ ഇവിടെ ഭൂമി കുലുക്കാൻ പോലെ കരച്ചിലാണ് ആ ഗ്ലാസ് എടുത്തതിന്. എന്തായാലും ഞാൻ എടുത്തു പോയില്ലേ, ചായ വേറെ ഇല്ല, അതുകൊണ്ട് ഫോട്ടോ എടുപ്പിന് വേണ്ടി മാത്രം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കുക. ബിഹൈൻഡ് ദ സീൻസിലൊക്കെ കൊടുക്കേണ്ട സാധനമാണ്, എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അടിപൊളി, നല്ല രീതിയിൽ കിട്ടി. എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ കടലമാവിൻ്റെ അളവ് കുറച്ചിട്ട് മൈദമാവിൻ്റെ അളവ് കൂട്ടുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയേനെ എന്നെനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്തതിൽ എനിക്ക് അതാണൊരു വ്യത്യാസം തോന്നിയത്. പക്ഷേ സംഭവം അടിപൊളിയാണ്. എന്തായാലും നമുക്കൊരാൾ വന്നിട്ട് കൊടുക്കുന്ന സമയത്ത് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റിയ രീതിയിൽ, നല്ല പഴംപൊരിയാണല്ലോ എന്നൊക്കെ പറയിപ്പിക്കാൻ പറ്റിയ രീതിയിൽ ഫസ്റ്റ് ഇതൊക്കെ തിന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് തട്ടുകടക്കാർക്ക് മാത്രമല്ല, എനിക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ. സവണം നമുക്കും ശരിയാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിയായ നിങ്ങൾക്ക് ശരിയാവും, അതങ്ങനെയാണ്. അതുകൊണ്ട് ചെയ്ത് വെക്കണേ. അടിപൊളി പഴംപൊരി കേട്ടോ. എനിക്ക് ശരിയായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയാവും. ഞാൻ ഇത് കൂട്ടി കഴിക്കട്ടെ. കൊതി കൂടല്ലേ? എങ്ങനെയുണ്ട്? ഇത് എങ്ങനെയുണ്ട് പറ, അവരോട് പറ, ഒറ്റത് പറയാം. ഉണ്ടാക്കി നോക്കണേ, പറ. അമ്മേനെ ഉണ്ടാക്കിയ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഉറപ്പായിട്ടും നന്നാവും കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സാധാരണ ആട്ടപ്പൊടിയിലാണ് ഞാൻ ഇതുവരെ, മൈദയിൽ ഇതുവരെ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഒരു തവണ എങ്ങാണ്ട് ട്രൈ ചെയ്തുള്ളൂ. പക്ഷെ എനിക്കിഷ്ടം, ടേസ്റ്റ് ഇഷ്ടം ആട്ടപ്പൊടിയിൽ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ബൈ.